ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിജാബ് നിയമത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണിപ്പോൾ ഇറാൻ. വീണ്ടും ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ച ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചു പൊളിച്ചതായിട്ടാണ് ഇപ്പോൾ പരാതി. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായ ശിക്ഷ അനുഭവിച്ച ഒരു യുവതിയുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. യുവതിയുടെ ശരീരത്തിന്റെ പുറകിലും മുകൾ ഭാഗത്ത് തോളിലും കാലിന്റെ മുകൾ ഭാഗം എന്നിവിടങ്ങളിലുമൊക്കെ അടിച്ചതിന്റെ പാടുകൾ കാണാം. ഇറാനിയൻ പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുമായ മസീഹ അലി നെജാദ് തല്ലാണ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യുവതിയുടെ വീഡിയോ പങ്കുവച്ചത്. ക്രൂരമായ ലാത്തി ചാർജിന്റെ ദൃശ്യങ്ങളിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്നെഴുതിയ ബോർഡും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. ഇവർ പറഞ്ഞതിനനുസരിച്ച് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിൽ നിരവധി മാസങ്ങൾ നീണ്ട കോടതി വാദങ്ങൾക്ക് ശേഷം 74 ചാട്ടവാർ അടികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. തനിക്ക് ചാട്ടയടികൾ കൊണ്ട് കിട്ടിയതാണ് ഈ ഗുരുതരമായ പരിക്കുകൾ എന്ന് യുവതി വീഡിയോയിൽ പറയുന്നു. ഹിജാബ് ധരിക്കാത്തതിൽ താൻ മാപ്പ് പറയില്ലെന്നും തങ്ങളുടെ സ്വന്തം നാട്ടിൽ തടവുകാരിയായി ജീവിക്കുന്നതിൽ തളർന്നിരിക്കുന്നു എന്നും യുവതി പറഞ്ഞു. ഹിജാബ് ബില്ല് നടപ്പിലാക്കാൻ ഭരണകൂടം തയ്യാറെടുക്കുമ്പോൾ ഓർക്കുക, ഇറാനിലെ ലിംഗവർണ്ണ വിവേചനം വ്യവസ്ഥാപരമായിട്ടുള്ള അടിമത്വമാണ് എന്ന് മാധ്യമപ്രവർത്തകരും പറയുന്നു. ഹിജാബ് നിയമം നിർബന്ധമാക്കിയതിനെതിരെ ഇറാനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിക്കുന്നത്. മഹ്സാമിനിയുടെ 2022 പോലീസിന്റെ കസ്റ്റഡിയിൽ നടന്ന മരണവും അതിന് പിന്നാലെയുള്ള സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രക്ഷോഭവുമൊക്കെയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം. പിന്നീട് 16 വയസ്സുകാരിയായ അറസു കവാരിയുടെ ആത്മഹത്യയും മറ്റൊരു വിവാദമായി മാറി. ഡാൻസിങ്ങിനിടയിൽ ഹിജാബ് ധരിക്കാത്ത വീഡിയോ പുറത്തുവിടുമെന്ന് സ്കൂൾ ഭീഷണിക്ക് ഇരയായതായിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഇറാനിയൻ ജനത തന്നെ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വിദേശ മാധ്യമങ്ങൾ പോലും ഇറാനെ ചോദ്യം ചെയ്യുകയാണ് ഹിജാബ് വിഷയത്തിൽ. എന്നാൽ നോബൽ സമ്മാന ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ നർഗീസ് മുഹമ്മദിക്ക് താൽക്കാലിക ജയിൽ മോചനം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം. അതും മറ്റൊരു വാർത്തയാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്കായി 21 ദിവസത്തെ മോചനമാണ് നർഗീസിന് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം മോചന കാലയളവ് വളരെ ചെറുതാണ് എന്ന് നർഗീസ് മുഹമ്മദിയുടെ കുടുംബം പ്രതികരിച്ചു. വൈകിപ്പോയ തീരുമാനമാണിത് എന്നും കുടുംബം അഭിപ്രായപ്പെട്ടു. 3 മാസത്തേക്ക് മോചനം അനുവദിക്കണം എന്നായിരുന്നു കുടുംബത്തിന്റെ അഭ്യർത്ഥന. നർഗീസ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് കുടുംബം CNN-നോട് പറഞ്ഞു. വലത് കാലിലെ അസ്ഥിയുടെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നതിനായി നവംബറിൽ നർഗീസ് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ അർബുദമാണ് എന്ന് സംശയിക്കുന്ന ഒരു മുറിവ് ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു നർഗീസിന്റെ ശരീരത്തിൽ. ചൊവ്വാഴ്ചയാണ് നർഗീസിന് മോചനം അനുവദിച്ചത്. ബുധനാഴ്ച ജയിലിൽ നിന്ന് ആംബുലൻസിലാണ് നർഗീസ് വീട്ടിലേക്ക് തിരിച്ചത്. ഇറാൻ അധികൃതർ ഇളവ് നൽകാത്തതുകൊണ്ട് ആംബുലൻസ് ഫീസും നർഗീസിന് നൽകേണ്ടി വന്നു. 1 ദശാബ്ദത്തിലേറെ നീണ്ട ജയിൽവാസത്തിന് ശേഷം നർഗീസ് സുരക്ഷിതവും ശുചിത്വവുമുള്ള അന്തരീക്ഷത്തിൽ പ്രത്യേക വൈദ്യസഹായം ആവശ്യമായിരുന്നു എന്നാണ് നർഗീസ് ഫൗണ്ടേഷൻ ചൂണ്ടിക്കാണിച്ചത്. കുറഞ്ഞത് 3 മാസത്തെ വീണ്ടെടുക്കൽ അവരുടെ രോഗശാന്തിക്ക് നിർണായകമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നർഗീസിന് സുഖം പ്രാപിക്കാൻ മതിയായ സമയം നൽകുന്നില്ല എന്ന് ഫൗണ്ടേഷൻ വിമർശിച്ചു. ക്യാൻസർ രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ ശസ്ത്രക്രിയ നടപ്പിലാക്കി അത് നഷ്ടപ്പെടുത്തുകയാണ് ഇറാനിയൻ ഭരണകൂടം ചെയ്തത്. നടപ്പിലാക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു, ഇറാൻ ഭരണകൂടം ഇടപെട്ടത് നഷ്ടപ്പെടുത്തി. നർഗീസിനെ സാവധാനം അങ്ങനെ രോഗങ്ങളിൽ അകപ്പെടുത്തി രോഗങ്ങൾക്കുമേൽ രോഗവും പീഡകൾക്കുമേൽ പീഡയും വേദനകൾക്കുമേൽ വേദനയും നൽകി ക്രമേണ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് കുടുംബം ആരോപിച്ചത്. ചികിത്സിക്കുന്നതിലെ ഏത് കാലതാമസവും മാരകമാണ് എന്ന് കുടുംബവും അഭിഭാഷകനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്തിടെ നടത്തിയ MRI സ്കാനിങ്ങിൽ സന്ധിവാതം, ഡിസ്ക് രോഗം എന്നിവ കണ്ടെത്തി. 2021 ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് നർഗീസ് ആൻജിയോഗ്രാഫി നടത്താൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറാനിയൻ ഭരണകൂടത്തിന്റെ വിമർശകരെ പാർപ്പിക്കുന്നതിൽ കുപ്രസിദ്ധമായ ടെഹ്റാനിലെ എവിൻ ജയിലിൽ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി തടവിലായിരുന്നു നർഗീസ് മുഹമ്മദി. രാജ്യ സുരക്ഷയ്ക്കെതിരായി പ്രവർത്തിക്കുകയും ഭരണകൂടത്തിനെതിരെ കുപ്രചരണം നടത്തുകയും
ചെയ്തു എന്നാരോപിച്ച് 30 വർഷത്തിലേറെയായി ഒന്നിലധികം ശിക്ഷകൾ അനുഭവിച്ചു വരികയാണവർ. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് നർഗീസിനെ തെരഞ്ഞെടുക്കുന്നത്. ഡോക്ടർമാരുടെ നിരന്തരമുള്ള ശുപാർശയും പബ്ലിക് പ്രോസിക്യൂട്ടർ നർഗീസ് മുഹമ്മദിയുടെ ജയിൽ ശിക്ഷ 3 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടതും ഇതൊക്കെ ഭരണകൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിനു കൂടിയാണ്. കാരണം ഡോക്ടർമാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരുടെ ആവശ്യം എന്താണ് എന്നും ഇവരുടെ ശാരീരിക അവസ്ഥകൾ എന്താണ് എന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ട് പോലും മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇറാൻ ഭരണകൂടത്തിൽ നിന്നും ഈ മുഹമ്മദി എന്ന സ്ത്രീക്ക് ലഭിച്ചില്ല. ഈ നർഗീസ് മുഹമ്മദി അനുഭവിച്ച യാതനകൾ ചെറുതല്ല. നിർബന്ധിത ഹിജാബിനും വധശിക്ഷയ്ക്കുമെതിരെ ഉൾപ്പെടെ പൊരുതിയതോടുകൂടിയാണ് നർഗീസ് ഈ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയത്. 51 വയസ്സുള്ള നർഗീസ് ഇതിനോടകം 31 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചതായി നോബൽ കമ്മിറ്റി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. 2001 ഏറ്റവും അവസാനമായി ഇവരെ തടവിലാക്കുന്നത്. ടെഹ്റാനിലെ ജയിലിലാണ് നർഗീസ് ഉണ്ടായിരുന്നത്. സമാധാന നോബൽ പുരസ്കാരം നേടുന്ന 19ാമത്തെ വനിതയും 2ാമത്തെ ഇറാനിയൻ വനിതയുമാണ് നർഗീസ്. ഇറാനിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരായ പോരാട്ടത്തിന്റെ പേരിലാണ് സമാധാന നോബൽ പുരസ്കാരത്തിനായി നർഗീസിനെ തിരഞ്ഞെടുക്കുന്നത്. പഠനകാലത്ത് തന്റെ പരിഷ്കരണ ആശയങ്ങളുടെ പേരിൽ ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു നർഗീസ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന തന്നെ തലമറയ്ക്കാതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് നവംബറിൽ നർഗീസ് ജയിലിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. മാധ്യമ പ്രവർത്തകനായ താഗി റഹ്മാനിയാണ് ഭർത്താവ്. അദ്ദേഹം 14 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഫ്രാൻസിലേക്ക് കുടിയേറി. ഇരുവരുടെയും ഇരട്ട കുട്ടികൾ അദ്ദേഹത്തിനൊപ്പമാണ് നിലവിലുള്ളത്. ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ട് എത്രമാത്രം സ്ത്രീകളെ അടിച്ചമർത്താനും അടക്കി ഭരിക്കാനും നിശബ്ദരാക്കാനും ശ്രമിക്കുന്നോ അത്ര കണ്ട് തന്നെ സ്ത്രീകൾ സ്വയം പര്യാപ്തരാകുകയും കരുത്തുറ്റവരായി മാറുകയും പ്രതിരോധിക്കാനുള്ള കൂടുതൽ പ്രതിരോധ ശേഷി നേടുകയും ചെയ്യും. ഇറാൻ എന്ന കിരാതമായ 6ാം നൂറ്റാണ്ടിന്റെ ഗോത്രകാലത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ നിയമങ്ങളുടെ കുത്തിലും കോമയിലും മുറുകെ പിടിച്ച് അഭിനമിക്കുന്ന ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ശക്തമായി സമരം ചെയ്ത് അവരെ ചിന്തിപ്പിക്കാൻ സാധിച്ച നർഗീസ് മുഹമ്മദി എന്ന സ്ത്രീ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടും എന്നതിൽ സംശയമില്ല. മഹ്സാമിനി എന്ന 22കാരിക്കു വേണ്ടി അവരുടെ നീതിക്കു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ജയിലിൽ കൂട്ടിയിട്ട് കത്തിച്ചതും ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെടിയുതിർത്തതും താഴേക്ക് തള്ളിയിട്ട് കൊന്നതുമൊക്കെ കാരണം ആ ഭരണകൂടത്തിനെതിരെ സ്വന്തം ജനത തന്നെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അധികാര കസേരയിൽ ഈ 6ാം നൂറ്റാണ്ടിന്റെ മതനിയമവും പേരി ഇവർക്ക് അമർന്നിരിക്കാൻ സാധിക്കുന്നത്? നന്ദി.